സത്യം പറഞ്ഞാൽ ഈ ബജറ്റ് കാണുമ്പോൾ പുത്തരിക്കണ്ടം മൈതാനത്ത് കെ എൻ ബാലഗോപാൽ പ്രസംഗിക്കുന്നത് പോലെ കാണും. ഒരു മൈതാന പ്രസംഗം പോലെയാണ് ഈ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. യാതൊരു ഹോംവർക്കും ഇല്ലാതെ അവതരിപ്പിച്ച ഒരു ബജറ്റാണ്. കേരളം നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെ ഒന്നും ഈ ബജറ്റ് അഡ്രസ് ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ശരാശരിയുള്ള സംസ്ഥാനം കേരളമാണ്. ആ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള ഒരു നടപടിയും ഈ ബജറ്റിലില്ല. തകർന്നടിഞ്ഞ വ്യാവസായിക രംഗത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ഉതകുന്ന ഒരു പദ്ധതിയും ഈ ബജറ്റ് മുമ്പോട്ട് വച്ചിട്ടില്ല. കാർഷിക മേഖലയിലെ തകർച്ച പരിഹരിക്കാനുള്ള ഒരു നടപടിയും ഈ ബജറ്റിലില്ല. ഇപ്പോഴും കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് ഏതാണ്ട് 20-22% സംഭാവന നൽകുന്നത് പ്രവാസികളാണ്. കഴിഞ്ഞ 5 വർഷവും ചെയ്തതുപോലെ തന്നെ പ്രവാസികളുടെ ഉന്നമനത്തിനായിട്ടുള്ള ഒരു നടപടിയും ഈ ബജറ്റിലില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സാധ്യത ഉറപ്പാക്കാൻ കഴിയുന്ന മേഖലകളിൽ ഒന്നും തന്നെ, പ്രത്യേകിച്ച് ടൂറിസം, അങ്ങനെയുള്ള മേഖലകളിൽ ഒന്നും തന്നെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യവും ഈ ബജറ്റിലില്ല. ബജറ്റ് പ്രസംഗത്തിലുടനീളം കേരളത്തിന്റെ പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര അവഗണനയാണ് എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്താനാണ് അദ്ദേഹം സമയം ഇടയ്ക്കിടെ ഉപയോഗിച്ചത്.